എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 1 പാർട്ട് 5 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗൽ. പോർച്ചുഗലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. ആന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 52ാമത്തെ ക്വസ്റ്റ്യൻ, 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിനാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചത്. 53ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നതിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, 1, 2, 3 ശരിയാണ്. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. 54ാമത്തെ ക്വസ്റ്റ്യൻ, മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ആൻസർ, വിറ്റാമിൻ എ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ എ. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. 55ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, 1988. 1988 ദേശീയ വന നയം നിലവിൽ വന്നത്. 57ാമത്തെ ക്വസ്റ്റ്യൻ, റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, IUCN. IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന. 58ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം. 59ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? ഓപ്ഷൻ സി ആണ് ആൻസർ, സിഗ്. സിഗ് ആണ് രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസി. 60ാമത്തെ ക്വസ്റ്റ്യൻ, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയുപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കറിയുപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ, സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡാണ് കറിയുപ്പിൻ്റെ രാസനാമം. 61ാമത്തെ ക്വസ്റ്റ്യൻ, പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപമാണ്. ഓപ്ഷൻ എ രാസോർജം. രാസോർജമാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഊർജ്ജരൂപം. 62ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. ഓപ്ഷൻ സി ആണ് ആൻസർ, 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 63ാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്.
വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. 64ാമത്തെ ക്വസ്റ്റ്യൻ. മുകളിലെ പ്രസ്താവനകളിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. 2 മാത്രം ശരി. എല്ലാ അയിരും ധാതുക്കളാണ്. എല്ലാ അയിരും ധാതുക്കളാണ് എന്നതാണ് ശരി.